ഹലോ ഫ്രണ്ട്സ്, ഞാൻ ആനി. അമ്മൂസ് പൊടിക്കൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ആരോഗ്യ പാനീയമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ സുലഭമായിട്ടുള്ളതാണ്. ഈ ആരോഗ്യ പാനീയം നമ്മുടെ പൂർവികർ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളതാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഈ സിറ്റുവേഷനിൽ, പ്രത്യേകിച്ചും കാലവർഷം തുടങ്ങുന്നതിന് മുൻപ് ഇത് ഉപയോഗിച്ചാൽ പനി, ജലദോഷം, കഫക്കെട്ട് മുതലായവ ഒഴിവാക്കുകയും ശരീരത്തിനെ ആരോഗ്യപൂർണ്ണമാക്കുവാനും ഈ ആയുർവേദ പാനീയം നമ്മെ സഹായിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുവാനും കൂട്ടത്തിൽ ആ ബെൽ ഐക്കോൺ കൂടി ക്ലിക്ക് ചെയ്യുവാനും മടിക്കരുത്. ഇത് ഉണ്ടാക്കുന്നതിന് വേണ്ടി കുറച്ച് തുളസിയില, ഏലക്ക 1 ടീസ്പൂൺ പൊടിച്ചത്, കറുവപ്പട്ട 1 ടീസ്പൂൺ, ചുക്ക് 1 ടീസ്പൂൺ, കുരുമുളക് 1 ടീസ്പൂൺ, ഉണക്കമുന്തിരി കുറച്ച്, സ്വാദ് കൂട്ടാൻ വേണ്ടി കരിപ്പൊട്ടിയോ തേനോ ശർക്കരയോ ഉപയോഗിക്കാം, നാരങ്ങ നീര് കുറച്ച്, 2-3 ഗ്ലാസ് വെള്ളം. ഇതിനി നമ്മൾക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാത്രം എടുത്ത് 3 ഗ്ലാസ് വെള്ളം അതിനകത്തോട്ട് ഒഴിക്കാം. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് വെള്ളം ചെറുതായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് തുളസിയില ഇട്ട് കൊടുക്കണം. തുളസിയില ഇട്ട് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് നേരം ചെറിയ ഫ്ലെയിമിൽ നമുക്കത് തിളപ്പിക്കണം. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുരുമുളക് പൊടിച്ചത്, ഏലക്ക പൊടിച്ചത്, ചുക്ക് പൊടിച്ചത്, കറുവപ്പട്ട പൊടിച്ചത് ഇതിട്ട് കൊടുത്ത് ഒരു 3 മിനിറ്റ് വീണ്ടും തിളപ്പിക്കണം. ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് ആ കരിപ്പൊട്ടി എടുത്ത് വെച്ചിരുന്ന അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് ഒരു 2 മിനിറ്റ് തിളച്ചതിന് ശേഷം നമുക്ക് വാങ്ങി വെച്ച് നാരങ്ങ നീരും കൂടെ ചേർത്ത് നമുക്ക് ഉപയോഗിക്കാം. ഇത് ഞാൻ അടുപ്പിൽ നിന്ന് വാങ്ങി അരിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ഗ്ലാസ്സിലോട്ട് നമുക്ക് പകർന്ന് നാരങ്ങ നീരും ചേർത്ത് നമുക്ക് ഉപയോഗിക്കാം. ഇത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഗ്രാമ്പു, കുരുമുളക്, ഇഞ്ചി, തുളസി എന്നിവ ചതച്ച് തിളപ്പിച്ച വെള്ളത്തിൽ ചേർത്തും ഈ പാനീയം നമുക്ക് തയ്യാറാക്കാം. ശർക്കരയ്ക്കോ കരിപ്പൊട്ടിക്കോ പകരം തേനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് തണുത്തതിന് ശേഷമേ തേൻ ഒഴിക്കാവൂ. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പാനീയമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ പ്ലീസ് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ.